ഇത് കണ്ട് എല്ലാവരും ഞെട്ടണം. സിനിമകൾ പലവിധമാണ്. എല്ലാ സിനിമകളും എല്ലാവർക്കും കാണാൻ വേണ്ടിയല്ല നിർമ്മിക്കുന്നത്. സിനിമ തയ്യാറായാൽ അത് ആരൊക്കെ കാണണമെന്ന് തീരുമാനിക്കുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആണ്. സെൻസർ ബോർഡ് എന്ന് വിളിക്കുന്ന ആ ബോഡിയാണ് സിനിമ ഏത് കാറ്റഗറിയിൽപ്പെട്ട പ്രേക്ഷകർ കാണണമെന്ന് തീരുമാനിക്കുന്നത്. നാം ഇന്ന് സംസാരിക്കുന്നത് കുട്ടികളടക്കം കുടുംബ പ്രേക്ഷകർക്കായി ഫാമിലി എന്റർടൈൻമെന്റ് എന്ന പേരിൽ ഇറങ്ങിയ സിനിമകളും അവയിലെ ഡബിൾ മീനിങ് ഡയലോഗുകളെ കുറിച്ചുമാണ്. 2021 പുറത്തിറങ്ങിയ ലിജോ ജോസ് പല്ലിശ്ശേരി ചിത്രം ചുരുളിയെക്കുറിച്ച് നാം ചെയ്ത എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പലരും കമന്റ് ചെയ്തൊരു കാര്യമായിരുന്നു സിനിമ കുടുംബസമേതം കണ്ടുകൊണ്ട് നാണം കെട്ടുപോയെന്ന കാര്യം. ആ സിനിമ ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമയാണ്. അതായത് 18 വയസ്സിൽ താഴെയുള്ളവർക്ക് കാണാൻ പാടില്ല. അങ്ങനെയുള്ള സിനിമ കുടുംബസമേതം ഇരുന്ന് കണ്ടത് തന്നെയാണ് തെറ്റ്. ഒരു ഉപാധികളുമില്ലാതെ ഏത് പ്രായത്തിലുള്ളവർക്കും കാണാൻ പറ്റിയ സിനിമകളെയാണ് യു സർട്ടിഫിക്കറ്റ് സിനിമകൾ എന്ന് വിളിക്കാറ്. മായാമോഹിനി, ചങ്സ് പോലെയുള്ള സിനിമകൾക്ക് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റാണ് നൽകിയത്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സിനിമ കാണുമ്പോൾ പേരൻസിന്റെ ഗൈഡൻസ് വേണമെന്നതാണ് യു എ സർട്ടിഫിക്കറ്റ് സിനിമകളുടെ പ്രത്യേകത. ഒരു പ്രത്യേകതരം പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന സിനിമകളെയാണ് എസ് സർട്ടിഫിക്കറ്റ് സിനിമകൾ എന്ന് വിളിക്കാറ്. തമാശകൾ പലവിധമാണ്. അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് അഡൾട്ട്സ് ജോക്ക്. വളരെ നല്ല രീതിയിൽ തന്നെ പല സിനിമകളും അഡൾട്ട്സ് ജോക്കുകൾ കൈകാര്യം ചെയ്യാറുണ്ട്. മലയാളത്തിൽ ഹിറ്റായിരുന്ന കുടുംബ പ്രേക്ഷകർക്കുള്ള സിനിമകളിൽ അഡൾട്ട്സ് ജോക്കുകൾ ധാരാളമായി കാണാറുണ്ട്. 2002 ലാൽ ജോസ് സംവിധാനം ചെയ്ത ദിലീപ് കാവ്യമാധവൻ ചിത്രമാണ് മീശ മാധവൻ. ജഗതിയുടെ കഥാപാത്രത്തിലൂടെ സിനിമയിൽ വളരെ ഡയറക്റ്റായി തന്നെ അഡൾട്ട്സ് ജോക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇൻഡയറക്റ്റായി ഡബിൾ മീനിങ്ങിലൂടെ പല രംഗങ്ങളും സിനിമയിൽ വേറെയുമുണ്ട്. ഇവൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയണല്ല, ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞ 1.5 കിണ്ടി വരുന്നേ. ഓ, ഒരുപാട് വലുതായാലും പാടാന്നേ, എടുത്ത് പെരുമാറണ്ടല്ലേ. കൃഷ്ണവിലാസം ബഹിർദമല്ല, വലിയ വെടി ചെറിയ വെടി, വെടി വഴിപാടാണല്ലേ. കാട്ടില് കണ്ടാ പിന്നെ അവള് ശവ പിള്ളേച്ച ശവത്തെ കുത്തരുത്. ഈ ഡയലോഗുകളുടെ അർത്ഥമൊന്നും നാം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. കുട്ടികൾക്കും കാണാൻ പറ്റിയ രീതിയിൽ ഇന്നും കുടുംബ പ്രേക്ഷകരുടെ സിനിമ എന്ന പേരിൽ ഒരുപാട് പ്രാവശ്യം ടിവിയിൽ കാണിക്കുന്ന ഒരു സിനിമയാണിത്. 2002 ഷാഫി സംവിധാനം ചെയ്ത എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമാണ് കല്യാണരാമൻ. ചിത്രത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അശ്ലീല തമാശകളുണ്ട്. ഈ ചിത്രവും ഒരു യു സർട്ടിഫിക്കറ്റ് സിനിമയാണ്. ഇതിലേതാണ് കല്ല്? ഇത് കണ്ട് എല്ലാവരും ഞെട്ടണം. ഒറ്റ ചവിട്ടോട്ടിയുണ്ടല്ലോ. എന്ത്? നിങ്ങൾ തമ്മിൽ ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മൊട്ടയിൽ ഒരു സാധനം ചെയ്തു. ഞാൻ സിബ് തുറന്നോട്ടെ. അയ്യോ അങ്ങനെ പറയുന്നത്. ഞാൻ സിബ് തുറന്നെടുത്തോട്ടെ. ബാഗിന്റെ സിബ്. എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെന്ന് ചോദിച്ചതല്ലേ? ചോറുന്നില്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. അക്ഷരം മാറിയാൽ എന്ത് സംഭവിക്കുമെന്ന് കുട്ടികൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ? 2003 ജയസൂര്യ, കാവ്യ മാധവൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഷാഫി സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമായിരുന്നു പുലിവാൽ കല്യാണം. ചിത്രത്തിൽ ഒരുപാട് രംഗങ്ങളിൽ ഡബിൾ മീനിങ് ഡയലോഗ്സ് കാണാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. നല്ല തറവാട്ടുകാരാ, ദാനധർമ്മികളാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. അമ്മയെ സഹായിക്കുന്നു. എന്താ ഹോബീസ്? ഐ മീൻ ഒഴിവ് സമയങ്ങളെങ്കിലും ചെലവഴിക്കുന്നു? ഒഴിവ് സമയം കിട്ടാറില്ല. മണവാളൻ എന്ന സലീം കുമാറിന്റെ കഥാപാത്രത്തിലൂടെയായിരുന്നു ആ സിനിമയിൽ അഡൾട്ട്സ് ജോക്കും ഡബിൾ മീനിങ് ഡയലോഗുകളും ധാരാളമായി വന്നത്. ഇപ്പോഴത്തെ പ്രേക്ഷകർ സിനിമകളെ വളരെ സീരിയസ് ആയി തന്നെ കാണാറുണ്ട്. സിനിമയിലുണ്ടാകുന്ന പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ കാര്യങ്ങളെ കുറിച്ചെല്ലാം പ്രേക്ഷകൻ ഇപ്പോൾ അവബോധമുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമകളിൽ മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയുള്ള മലയാളത്തിലെ പുത്തൻ തരംഗങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന മലയാളത്തിന് ന്യൂ വേവ് എന്ന ഓഡിയോ ബുക്കാണ് ഞാൻ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ലീഡിംഗ് ഓഡിയോ ബുക്ക് ആപ്ലിക്കേഷനായ കുക്കു FM-ൽ നമ്മളെ തന്നെ സ്ക്രീനിൽ കാണാൻ സാധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. മലയാളത്തിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ ഓഡിയോ ബുക്ക് വേർഷൻസ് ഇപ്പോൾ കുക്കു FM-ൽ ലഭ്യമാണ്. ഈ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചോ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. കുക്കു FM മെമ്പർഷിപ്പ് ഫീസ് 399 രൂപയാണ്. KMM50 എന്ന ഞങ്ങളുടെ കോഡ് ഉപയോഗിച്ച് എൻട്രി ചെയ്യുകയാണെങ്കിൽ മെമ്പർഷിപ്പ് ഫീസിൽ നിന്നും 50% ഡിസ്കൗണ്ട് ലഭിക്കും. 199 രൂപ മാത്രം ചിലവഴിച്ചാൽ ഒരു ദിവസം 50 പൈസക്ക് ലോക പ്രശസ്ത എഴുത്തുകാരുടെ പുസ്തകങ്ങൾ മലയാളത്തിൽ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലഭ്യമാകും. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കുക്കു FM-നെ അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. 2000 സുരേഷ് ഗോപി, ലാൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ റാഫി മെക്കാർട്ടിൻ ചിത്രമായിരുന്നു തെങ്കാശിപ്പട്ടണം. ആ സിനിമയിലും ഒരുപാട് അഡൽട്ട് ജോക്കുകൾ നമുക്ക് കാണാം. എടാ, കുറച്ചങ്ങോട്ട് നീങ്ങുന്നു. കാലയുടെ നോട്ടം അത്ര ശരിയല്ലട്ടാ.
നിനക്കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനല്ലേ പുറയിൽ നിൽക്കണത്. കയ്യിലുള്ള സാധനം വീർപ്പിച്ചു കൊടുക്ക, ഗ്ലൗസ് വീർപ്പിച്ചു കൊടുക്ക. 1989 സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത റാംജി റാവു സ്പീക്കിംഗ്. ചിത്രത്തിലെ ഒരു രംഗമാണിത്. ഇടിമറിയേ അത് ആരായിരിക്കും? ഏത് ഫോണിൽ വിളിച്ചിട്ട് കളി വരാമെന്ന് പറഞ്ഞു. ഈ വക വൃത്തിയും പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. 2005 സനൽ സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ, കാവ്യ മാധവൻ എന്നിവർ അഭിനയിച്ച് സെൻസർ ബോർഡ് യു സർട്ടിഫിക്കറ്റ് നൽകിയ സിനിമയായിരുന്നു ഇരുവട്ടം മണവാട്ടി. കട്ടില് പണിഞ്ഞാ തൊട്ടില് റെഡി. എന്റെ ചിട്ടി ചേരോ? അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവും. ആളൊരു ബോംബാ. കളിയാക്കാതെ. ബോംബൊന്നുമല്ല, അത്രയ്ക്കൊന്നുമില്ല. പിന്നെ വെടിയാ? വെടിവെച്ചാൻ കോവിൽ എവിടെയോ വെച്ച് കണ്ടതുപോലെ ഓർമ്മ എനിക്കുണ്ട്. ഇങ്ങനെയുള്ള സിനിമകൾ എങ്ങനെയാണ് കുടുംബ പ്രേക്ഷകരുടെ സിനിമയായി മാറിയത്? 2004 പുറത്തിറങ്ങിയ ജയറാം ചിത്രമാണ് മയിലാട്ടം. ചിത്രത്തിലെ ഒരു രംഗമാണിത്. കുറച്ചു നേരം ഇതിങ്ങനെ കിടക്കട്ടെ, ദൈവം നന്ദിയുള്ളവരാ, നമുക്ക് സംസാരിച്ചിരിക്കാലോ. ഒരു ദിവസം നിന്നെ ഞാൻ സത്യമംഗലം കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, എന്റെ വീരപ്പനെ കാണിക്കാൻ. കാലങ്ങളായി സിനിമകളിൽ ഡബിൾ മീനിങ് ഡയലോഗുകൾ ഉണ്ട്. അല്ലാതെ ന്യൂ ജനറേഷൻ സിനിമകളിൽ മാത്രമുള്ള ഒന്നല്ല ഇത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ രംഗമാണിത്. അടിയിലോട്ട് പണിതെടുത്തതോ വാർത്തതോ ഇഷ്ടമില്ല തമ്പുരാന്. മെയ്മെടുക്കുള്ള തച്ചൻ തട്ടി നോക്കിയെങ്കിലേ അറിയാവുള്ളേ. മേൽക്കൂടും ഭാരമേറി ദുഃഖിച്ച് നിൽക്കുകയാണെന്ന് തോന്നുമല്ലോ. 80കളിലും ഇതുപോലെയുള്ള രംഗങ്ങൾ കാണാം. 1983 IV ശശി സംവിധാനം ചെയ്ത് മമ്മൂട്ടി, മോഹൻലാൽ, സീമ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ നാണയം എന്ന ചിത്രത്തിലെ ഒരു രംഗമാണിത്. ബാക്ക് കൊള്ളാം, ഫ്രണ്ടും കൊള്ളാം. ആ ബമ്പർ ഹെഡ്ലൈറ്റ് ഒന്ന് നോക്കിയേ, നല്ല ഫിനിഷിംഗ്. ബോഡിക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സ്ട്രോങ് ആൻഡ് ക്ലീൻ, നല്ല കളറും. നാം സംസാരിച്ച സിനിമകളൊന്നും തന്നെ മോശം സിനിമകളല്ല. പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച സിനിമകൾ തന്നെയാണ്. ഈ സിനിമകളെല്ലാം തന്നെ നാം ഒരുപാട് ആസ്വദിച്ചിട്ടുമുണ്ട്. ഡബിൾ മീനിങ് ഡയലോഗുകളും അഡൽട്സ് ജോക്കുകളും ഒരു തെറ്റുമല്ല. പക്ഷേ ഇതെല്ലാം എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നതാണ് തെറ്റ്. കുടുംബ പ്രേക്ഷകർക്കുള്ള, കുട്ടികൾക്കുള്ള സിനിമകൾ എന്ന പേരിൽ ഇറങ്ങുകയും യു സർട്ടിഫിക്കറ്റ് നൽകപ്പെടുകയും ചെയ്ത സിനിമകളിലാണ് ഇവയെല്ലാം തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതൊരു തെറ്റായി തുടരുമ്പോഴും ഇന്നും ടെലിവിഷൻ ചാനലുകൾ കുടുംബ പ്രേക്ഷകർക്കുള്ള സിനിമ എന്ന പേരിൽ ഈ സിനിമകൾ ആഘോഷിക്കപ്പെടുകയാണ്. പുതുതായി ഇറങ്ങുന്ന പല ഫാമിലി എന്റർടൈനർ സിനിമകളിലും ഇതുപോലെ അഡൽട്സ് ജോക്കുകൾ വളരെ ധാരാളമായി കാണാം. കാരണം നാം പറഞ്ഞ സിനിമകളെല്ലാം തന്നെ വൻ വിജയമായിരുന്നുവെന്ന് അവർക്കും അറിയാം. ഈ രംഗങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകില്ല എന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ അവർക്കുണ്ടാവുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പ്രായപൂർത്തിയായിട്ടും ഈ രംഗങ്ങളിൽ അർത്ഥവ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ചിന്തകൾ കൊണ്ടുള്ള പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ പരാജയമായിരിക്കാം. പക്ഷേ അവ രണ്ടുമല്ല. ഈ രംഗങ്ങളിൽ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നവരാണ് നിങ്ങളെങ്കിൽ സ്വർഗത്തിന്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നു വെച്ചിരിക്കുന്നു. ഫാമിലി എന്റർടൈനർ എന്ന സിനിമകളിൽ നിന്നും അഡൽട്സ് ജോക്കുകൾ ഇല്ലാതാക്കാൻ പ്രേക്ഷകർ തന്നെ അവയെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതുപോലെയുള്ള രംഗങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. പീസ്. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്.